പൊന്ന് തങ്കക്കുടവേ, എന്താ കുഞ്ഞെ ഉണ്ടായത്? ഇത്രയും കൂടുതൽ സോഷ്യൽ ബുള്ളിയിങ് അനുഭവിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അയ്യോ അതെന്ത്? ഇത്രയും കൂടുതൽ സോഷ്യൽ ബുള്ളിയിങ് അനുഭവിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. സ്ലീവ്ലെസ് ടോപ്പ് സിനിമയ്ക്ക് വേണ്ടി അണിയേണ്ടി വന്നപ്പോൾ കരഞ്ഞ ഹണി റോസിന് ഈ മാറ്റം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ടോ? പഴയ യാഥാസ്ഥിതിക ഉള്ളിലിരുന്ന് കുത്തുന്നുണ്ടോ? ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ എല്ലാം ആ ഒരു മാറ്റം ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അനുഭവിച്ചോട്ടോ. വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തെ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതെങ്കിലും വിമർശനം ആത്മപരിശോധനയിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കുകൾ കൊണ്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ പരിശോധിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റ്. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ഹണി റോസ് എനിക്കെതിരെ പരാമർശങ്ങൾക്ക് മറുപടി. ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ 90% ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ്. മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ്, സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ്, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ്. കണ്ണടച്ച ഇരുട്ടാവില്ല ഹണി റോസ്. ഹണി റോസ് അത് മനസ്സിലാക്കണം. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്യണോന്നില്ല കണ്ട.